ഡ്രാഗൺ ഫ്രൂട്ട്സ് എല്ലാം ആദ്യം കാച്ച കുറേ എണ്ണം പഴുത്ത് നിൽക്കുന്നു. കിച്ചുവിനെ വിളിച്ചുകൊണ്ട് വന്നാൽ അങ്ങോട്ട് നിൽക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ എനിക്ക് പറ്റും. ഫ്രൂട്ടിൽ പിടിച്ച് മറ്റേ മുള്ളുണ്ട്. ഇനി ഇതൊന്ന് വെച്ചോട്ടെ. എല്ലാം പഴുത്ത് വെടിച്ചു തുടങ്ങി. മുള്ളുണ്ട് മറ്റേ തണ്ടിനകത്ത്. ഇതും പറിച്ച് വെച്ചേക്കാം. കുറച്ച് നീട്ടി മുറിക്കേ. അതിരുന്നോട്ടെ, 2 ദിവസം വെച്ച് പഴുത്ത്. മുള്ളു മുറിച്ച് കളഞ്ഞതല്ലേ കൈ കയറി. അത് രണ്ടും അങ്ങോട്ടൊന്നുണ്ട്. നല്ല വെയിറ്റുള്ള സാധനം. ഗുണ്ടുമണി. മുള്ളിരുന്നാലേ നല്ല വെയിറ്റുള്ള ഇനം. സൂപ്പർ സാധനം. സൂപ്പർ. ഇനി എവിടെ ഉണ്ടെന്നാ പറഞ്ഞേ? ഹാജയ്ക്ക് കൊണ്ട് കൊടുക്കണം. ഹാജ വീട്ടിൽ തന്നെ ഇരിക്കുക. എന്തൊരു നടു പോയോ? അല്ല, കാല് ട്രീറ്റ്മെൻ്റൊക്കെ ആയി. ഞാൻ ഹാജടുത്ത് ഒരു 2 ആഴ്ച അനങ്ങാതിരുന്നാൽ ശരിയാവുന്നുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും നടു മസാജ് ചെയ്യുന്ന സ്ഥലത്ത് പോയി അഡ്മിറ്റ് ആവുക. അപ്പം നിങ്ങൾക്ക് കൂട്ടുമായി നടുവ് കൊതുക്. പക്ഷെ നടുക് എന്ന് പറയാൻ പറ്റുമോ? കിച്ചത്തെ ഇതിനകത്ത് ഒരെണ്ണം ചീഞ്ഞ്. അത് അയ്യോ, റംബൂട്ടാൻ ചീഞ്ഞ് പോയല്ലോ ഇതിനകത്ത്. എന്ത് പറ്റി? കവറി കെട്ടിയിട്ട് അവിടെ എവിടെയുള്ള റെഡ് അങ്ങോട്ട് പോയി നോക്കേ. അപ്പുറത്തെ സൈഡില് അപ്പുറത്തോട്ടുണ്ടോ നോക്ക്. 1 കിലോ കൂടെ ഉണ്ടെങ്കിൽ നിയോമിന്റെ വെയിറ്റ് ആവും. അയ്യോ പാവം കേട്ടോ, അവന്റെ തല ഇത്ര പോലും ഇല്ല. എല്ലാം എന്തുപറ്റി ചീഞ്ഞു പോയത്? അവിടെ അത്രയും ഫുൾ ചീഞ്ഞ് വെച്ചു. ഇല്ല, ഒന്നുമില്ല. 2 എണ്ണം. അണ്ണാൻ എങ്ങനെ കിച്ചു അതിനുള്ളിൽ കയറുന്നേ? അത് ഫുൾ കുളമായി. ആ സൈഡിൽ ഉണ്ടോ നോക്ക്. ഞാൻ വെറുതെ അങ്ങോട്ട് വരുന്നില്ല. നോക്ക്, ഉണ്ടോ? ഞാൻ വരാം. എന്നാ ഞാൻ വരാം. കഷ്ടപ്പെട്ടായാലും വരാം. ഊസാ അല്ല, ഇപ്പം അവിടെ കുറച്ച് വെള്ളം, മറ്റേ AC-യുടെ വെള്ളം. സൂക്ഷിച്ചേ. ഇന്ന് ഞാൻ ജിമ്മിൽ പോകണമെന്നൊക്കെ വിചാരിച്ചതാ, നടന്നില്ല. ഇന്ന് എൻ്റെ ഡ്രൈവറിന് സുഖമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ കിച്ചുവിൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ടാണ് ഹൻസുവിനെയൊക്കെ വിട്ടത്. പിന്നെ പറഞ്ഞാൽ നമുക്കൊരു കല്യാണത്തിന് പോകാറുണ്ട് കുറച്ച് കഴിഞ്ഞ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഇന്ന് ഇനിയിപ്പോൾ പോകണ്ട. കാരണം ജിമ്മിൽ പോയിട്ട് വന്നാൽ പിന്നെ ദാറ്റ് ഡേ ആകുമ്പോൾ ബിറ്റ് ലിറ്റിൽ ടയർഡ്. ഉടനെ നമുക്ക് ഡ്രസ്സ് ചെയ്തൊരു കല്യാണത്തിനൊക്കെ പോകാനൊരു മൂഡ് വരില്ല. സോ ഐ ജസ്റ്റ് ഒന്ന് ജിമ്മിൽ പോകണ്ടെന്ന് വെച്ചു. ഇത്രയും ഡ്രാഗൺ എന്നുണ്ടെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല.
ഞാനൊരു 3 എണ്ണമാണ് ഞാൻ ശ്രദ്ധിച്ചത്. 3 ഉള്ളെന്നാണ് വിചാരിച്ചത്. ഇതൊക്കെ കേടായി പോകും. അയ്യയ്യോ, അത് ഫംഗസേ ഉള്ളൂ. സാധനം നല്ലത്. ആണോ? കഴുകിയെടുത്ത നല്ല കൂടിയ സാധനം. 1 2 3 4 5 6 7 8 ഡ്രാഗൺ. അത് കൊള്ളാം. കൈ മുറിയോ? ഞാനൊരു ബക്കറ്റ് എടുത്തുകൊണ്ട് വരാം ഇതെല്ലാം കൂടി ഇടാൻ. വെയിറ്റുള്ളതിനോ? ഇതിൻ്റെ കൂടെ വെക്കാവോ? ഫംഗസ് നമ്മുടെ ബോഡിക്കകത്ത് തന്നെ എല്ലാ ബാക്ടീരിയയും എല്ലാം കിടക്കുകയില്ലേ. ഇല്ലേ കുറച്ച് ഫംഗസ് എല്ലാം തീർന്നു. ആ സിസേഴ്സ് അതിൽ താഴെ കൊണ്ടുള്ള സിസേഴ്സ് കാണിച്ചു തരാം. കുഴപ്പമില്ല, കടിക്കാം. അയ്യോ, ഫംഗസ് വായിപ്പോവും. കേടായിപ്പോയി. ഫ്രൂട്ട് എങ്ങനെയുണ്ട്? ഈ സൈഡ് പോയി, പഴുത്ത് കൂടിപ്പോയി. ഒരാഴ്ച മുമ്പേ പറിക്കണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ ഫംഗസ് എന്നൊരു പ്രശ്നമേ അല്ല. നമ്മൾ കാണാത്ത ഫംഗസ്. അയ്യോ, അല്ല, പക്ഷേ നല്ല സാധനങ്ങൾ ഇതിൻ്റെ പുറത്ത് ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് എടുത്തു. ഒരു രക്ഷയില്ലാത്ത സംഭവം. ഇതിങ്ങനെ ഇളകി വരുന്ന ടൈപ്പാ. N18. ഞാൻ മറ്റേ അന്ന് തെറ്റിച്ച് പറഞ്ഞു കളഞ്ഞു. അത് E35 ഞാൻ N35 എന്ന് പറഞ്ഞു. ഇത് മഞ്ഞ. ഇത് പക്ഷെ നാടനാണ്. ഇത് നാടൻ വേറെ ലെവലാണ്. ഇതിനകത്ത് കുറച്ച് ചീങ്ങിരിക്കുന്നു. പിടിച്ചേ, കട്ട് ചെയ്ത് മാറ്റും. ഇത് നാടനാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണത്. എത്ര വർഷമായി നമ്മൾ ഇത് ഇവിടെ നട്ടിട്ട്? നമ്മൾ മറ്റേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അമ്മു ജനിക്കുന്നതിന് മുമ്പ് നമ്മളിട്ട കുരു വളർന്നതാ. ഈ വീട്ടിൽ നമ്മൾ കൊണ്ട് വെച്ചിട്ട് 2004 21 വർഷം. എന്തൊക്കെ എത്ര തവണ നമുക്ക് മാനസികം എന്ത് സന്തോഷം തന്നൊരു മരമാണ് അല്ലേ. സമ്മതിച്ച വീട്ടിൽ ഇതൊക്കെ ഇത്തവണ ഒന്നുമില്ല. നമ്മൾ മറ്റേ കേസും പിന്നെ ഇപ്പോൾ പ്രസവമില്ലായിട്ട് പോയപ്പോൾ അല്ല അണ്ണാന്മാരും കാക്കയും കയറി, ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ കയറി മേഞ്ഞു. പക്ഷെ അതും സന്തോഷം. കാരണം വെച്ചാൽ ഇന്നത്തെ രസം ഇവിടെ ഒരു അടിപൊളി എന്നിപ്പോണ്ടേ നല്ലൊരു കൊല, ഒരു ഗുണ്ടുമണി കൊല. അയ്യോ, പണ്ട് ഇതിൽ കായ്ക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന അച്ഛൻ കുഞ്ഞേട്ടൻ പറയും, നിങ്ങളുടെ അവിടെ ഈ അടന്നു വരുന്ന ഇതടന്നു വരും. ആണോ? അകത്തെ മരമാണ് അമ്മൂന് ഇഷ്ടം, ജ്യൂസി ആയിട്ടുള്ളത്. ഇത് അടന്നു വരും. അന്ന് ഇതാണ് അച്ഛകുഞ്ഞിൻ്റെ കൊടുക്കുന്നത്. എനിക്ക് ആ N18 ഞാൻ 2 കൊല നോക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം അച്ഛകുഞ്ഞിനോട് എത്തിക്കണം. കാരണം അച്ഛകുഞ്ഞാൻ എപ്പോഴും പറയും എനിക്ക് അടന്നു വരുന്ന ആ റംബൂട്ടാനും ഇഷ്ടം എന്ന് പറയും. അത് എത്തിക്കണം. എപ്പോഴും ഞാൻ അങ്ങനത്തെ റംബൂട്ടാൻ കാണുമ്പോൾ ആദ്യം ഓർക്കുന്ന അച്ഛകുഞ്ഞേട്ടനെ കൊടുക്കണം. ഓക്കെ, ഞാൻ ഓഫീസിൽ പോവാം. ശരി. ബൈ. ഹലോ, ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നെയ്ബറിൻ്റെ മോളുടെ കല്യാണം. കിച്ചു ഞാനും കൂടെ പോയി.
നല്ല കല്യാണമായിരുന്നു, നല്ല സദ്യയായിരുന്നു. യൂഷ്വലി ഞങ്ങൾ കല്യാണത്തിന് ഭയങ്കര സദ്യ കഴിക്കാമെന്ന് കിച്ചു നിൽക്കത്തില്ല. പക്ഷെ കിച്ചു പറഞ്ഞു ഇന്ന് നമുക്ക് സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പ്ലാൻ ചെയ്തത്. മെനിയാന്ന് ഇവരുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അന്ന് ഓസിയൊക്കെ ഡിസ്ചാർജായി വന്ന ദിവസമാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിനെയും കൂടെ ക്ഷീണം തീർക്കാൻ ഇന്ന് പോയി കുറേ നേരം അവിടെ ഇരുന്നു. ഒരുപാട് പരിചയക്കാരെ കണ്ടു, സംസാരിച്ചു. പരിചയമില്ലാത്ത ധാരാളം ആൾക്കാരോട് സംസാരിച്ചു. നല്ല സദ്യ കഴിച്ചു. 4 പായസം ഉണ്ടായിരുന്നേ. പാൽപ്പായസം ഉഗ്രനായിരുന്നു. ഉഗ്രൻ വെച്ചാൽ സൂപ്പറായിരുന്നു. ഞാൻ ഇട്ടേക്കണ ഈ സാരി വർഷങ്ങൾക്ക് മുമ്പ് ഹസീന എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സാരിയാണ്. ഓസിയുടെ ഫേവൽ പാർട്ടിക്ക് ഇട്ട സാരിയാണ്. നല്ല സാരിയാണ്. അതിൻ്റെ പല്ലു നോക്കി, പല്ലു ഇസ് ബ്ലൂ, യെല്ലോ ഒരു മെജന്ത ആൻഡ് പല്ലു ഇസ് ബ്ലൂ. ഇതിൻ്റെ ഒറിജിനൽ ബ്ലൗസ് ആരാ തച്ചേ മറന്നു, ഞാനായിരിക്കും. അതിൻ്റെ ഒറിജിനൽ ബ്ലൗസ് ഞാനാ തച്ചത്. അതൊരു പിങ്ക് കളറാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇതിൻ്റെ കൂടെ മാറി മാറി ഏതെങ്കിലുമൊക്കെ ബ്ലൗസ് ഇടും. വൈറ്റോ ബ്ലൂവോ ഇങ്ങനെയൊക്കെ മാറി ഇടും. ബീബി കിടന്ന് ഉറങ്ങുക. അപ്പം ഞാൻ അവിടെ കിച്ചു കുറേ സംസാരിച്ചു. പറഞ്ഞേ വാ പോവാം എനിക്ക് വീട്ടിൽ പോയിട്ട് ബീബിയെ ഡയപ്പറൊക്കെ മാറ്റണമെങ്കിൽ ഐ വിഷ് ടു ഡു ഇറ്റ് ഫോർ ഹിം. ഞാനാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തു കൊടുക്കണം തൽക്കാലം. അപ്പം എനിക്ക് ധൃതിയാണ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഓസിയും ബേബിയും ഒക്കെ ഉറങ്ങുന്നു. അശ്വിൻ ഓസിയുടെ ഓഫീസിലുണ്ട്, പോയിട്ട് ഇപ്പോൾ വന്നു ലഞ്ച് കഴിക്കാൻ. ഞങ്ങളുടെ വീട്ടിലും നല്ല ലഞ്ചായിരുന്നു. ഇതൊരു അടിപൊളി ചമ്മന്തിന്ന് അപ്പച്ചിയാക്കി, വറുത്തരച്ച പോലത്തെ ഒരു ചമ്മന്തി നല്ല. അപ്പം അമ്മ പറയാം ചോറും സാമ്പാറും ആ ചമ്മന്തിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനായിരുന്നു വാങ്ങിച്ച. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ പറയുമായിരുന്നു, ഇപ്പോൾ നമ്മൾ പ്രസവിച്ചിട്ടിരിക്കുന്ന സമയത്ത് പാൽക്കാരൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ മീൻ കറി വെച്ചിട്ട് അത് കഴിച്ചാൽ ധാരാളം പാല് വരുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അമ്മ പറയുമായിരുന്നു ഓസിക്ക് പാൽക്കാരൽ വാങ്ങിച്ച് കറി വെച്ച് കൊടുക്കും. ഞാൻ പറഞ്ഞേ ഓസിക്ക് അതൊക്കെ കറി വെച്ച് കൊടുത്താൽ കഴിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ചിലപ്പോൾ ഫ്രൈ ആക്കിയേ കഴിക്കുമായിരിക്കും. അതിൽ ഓസിക്ക് ഫ്രൈ ഒക്കെ വെച്ചിട്ടുണ്ട്. ഓസി ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. പുതുവയൊക്കെ ഇട്ടൊരു കഞ്ഞി. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉണ്ട്. ബേബിക്കും ഓസിക്കും ചെക്കപ്പ് ഉണ്ട്. മറ്റേ കുളി അതൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല. മേ ബി നെക്സ്റ്റ് വീക്ക് വിൽ സ്റ്റാർട്ട്. ബേബി ഞാനാണ് ഇപ്പോൾ എല്ലാം വോം വാട്ടറിൽ തുടച്ചൊക്കെ എടുക്കുന്നത്. ഞാൻ ഇവരെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഹാൻഡ്ലിങ് സ്മോൾ ടൈനി ബേബി ചെറിയ സ്ട്രെസ്സുണ്ട്. ഞാനിങ്ങനെ കാരണം പണ്ട് എൻ്റെ പിള്ളേരെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ യങ് അല്ലേ, ഐ മീൻ എൻ്റെ റിഫ്ലെക്സസ് ഒക്കെ മച്ച് ബെറ്റർ ആയിരുന്നു. ഇന്ന് ഞാനേ ഇങ്ങനെ തപ്പിപ്പിടിച്ചൊക്കെ പലപ്പോഴും നടക്കുന്നത്. എനിക്കൊക്കെ തോന്നുന്നു തറയിലൊക്കെ കുത്തിയിരുന്നാൽ ചാടി എണീക്കാൻ തന്നെ ഐ നീഡ് ഹെൽപ്പ്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ ജിമ്മ് കുറച്ച് ദിവസമായിട്ട് മുടങ്ങിയിരിക്കുക. ഇന്ന് ഞാൻ ജിമ്മിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സ് വരെ എടുത്ത് ഞാൻ അവിടെ വെച്ചു. പക്ഷേ എനിക്ക് തന്നെ ഡ്രൈവറിന് സുഖമില്ല. രാവിലെ പുള്ളി വിളിച്ചു നോട്ട് ഫീലിംഗ് വെൽ, സുഖമില്ല പറയും. അങ്ങനെ ഞാൻ പിന്നെ കിച്ചുവിൻ്റെ ഡ്രൈവറെ വിളിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഹൻസുവിനെ കൊണ്ടുപോയിട്ട്. അപ്പം ഞാൻ എൻ്റെ ഡ്രൈവർ ഇല്ല എന്ന് അറിഞ്ഞതോടുകൂടി ഞാൻ വിചാരിച്ച ജിമ്മിൽ പോകണില്ല. ബിക്കോസ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ എനിക്ക് ബുദ്ധിമുട്ടായിപ്പോൾ. പിന്നെ നമുക്കൊരു കല്യാണം ഉണ്ടാവില്ല. പിന്നെ ഞാൻ രജിത്തിനെ വിളിച്ച് രജിത്ത് ഇന്ന് വരുന്നില്ല, നോക്കാം നാളെ. ഇപ്പോൾ അമ്മൂനോട് പറയുമായിരുന്നു തിങ്കളാഴ്ച തൊട്ട് പോകാം. ഇതിൻ്റെ ഇടയിൽ ശരിയാവത്തില്ല. ബിക്കോസ് നാളെ ഓസിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം. അത് ഉച്ചയ്ക്കാണ്, ലൈക്ക് എന്നാലും നമുക്ക് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വെറുതെ ഞാൻ ജിമ്മിൽ പോയാൽ ഞാൻ തിരിച്ചെത്തി കഴിഞ്ഞാൽ കുറച്ച് ടയേർഡാണ്. പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അടുത്ത ഒരു ടാസ്ക് ചെയ്യാനുള്ള മൂഡില്ല. എനിക്ക് പിന്നെ അങ്ങ് കുളിച്ചൊക്കെ കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്നങ്ങ് ലേസി ആയിട്ട് ഇരിക്കണം എന്ന് തോന്നും. ഐ തോട്ട് ഐ ഗോ ഫ്രം മൺഡേ. ഇന്നത്തെ ദിവസം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഐ വിൽ ഷെയർ ദാറ്റ് വിത്ത് യു ഓൾ. ഓക്കെ, സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. കാണാൻ പറ്റുന്നില്ലല്ലോ. മതി എന്താണ് What? My frock is correct for you. Silky loose but it feels comfortable. ഇവിടെ ആക്ച്വലി ബട്ടൺ പൊട്ടിപ്പോയല്ലേ. ഞാൻ സേഫ്റ്റി പിൻ കുത്തിയത്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ കണ്ടുപിടിച്ചത് ബട്ടൺ പോയി. 10 വട്ടം ഇങ്ങനെ കയറ്റി സേഫ്റ്റി പിൻ ഞാൻ കൊണ്ടിട്ട് തന്നതല്ലേ. അങ്ങ് ഓവറായിട്ട് സേഫ്റ്റി പിൻ ഇട്ടാലും മാല അതിനകത്തോട്ടായി പോകും. മാല വെളി കാണത്തുമില്ല. ഇടയിലിടയിലായ ലെങ്ത് ആയിപ്പോയി. That's nice. അടുത്താത്ത് അമ്പൂച്ചത്തെ പാട്ടേല അവ ആത്തുകാര കൊഞ്ചുറത് കേട്ടേല.
അടുത്താത്ത് സംഗതിയെല്ലാം നമ്മക്കേണ്ടി പട്ടു നമ്മക്കേണ്ടി. പിന്നെന്താ? അടിച്ചാലും പിടിച്ചാലും ഒന്നാ ചേർந்துക്കുവാ. നമുക്ക് ഇതിന്റെ പാട്ട് ഇത് എപ്പോ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഫുൾ പാടാം. ഇതെന്നെ യൂട്യൂബാ. പേളിമാണി ഇതില് അപ്പോഴാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ച കൊച്ചിന് പാട്ട് പാടുന്നു. വീഡിയോ എടുക്കാം. ഇവൻ പാട്ട് പാടുന്നു. അടുത്താത്ത് അമ്പൂച്ചത്തെ പാട്ടേല അവ ആത്തുകാര കൊഞ്ചിറത് അടുത്താത്ത് സംഗതിയെല്ലാം നമുക്കേണ്ടി പട്ടു നമുക്കേണ്ടി. ഇത് സത്യമാണ് നീ കള്ളതാണോ പറയുന്നത്? അല്ലെന്ന് ശരിക്കും പാട്ട് കേട്ടവര് സത്യം വിദ്യാപാനം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നല്ല രസമാണ്. ഓസി ഓസി ഓസീസ് ഡാരിങ് മൈ ഫ്രോക്ക്. നല്ല ഭംഗിയുണ്ട് ഓസിക്ക്. ഇത്രയും എല്ല് പോലെ ഇരുന്ന ഓസിക്ക് ഇപ്പൊ എന്റെ ഡ്രസ്സൊക്കെ കറക്റ്റ്. ഞാൻ ഫ്രൂട്ട്സ് വെട്ടാൻ പോവാണ്. നമ്മുടെ വീട്ടിലെ ഡ്രാഗൺ. കണ്ടവന്റെ പറമ്പിലെ ആപ്പിൾ. ആരുടെ പറമ്പില് ആപ്പിൾ? ഏതോ പറമ്പില്. ഓസിയുടെ ഫേവറേറ്റ് മാങ്ങ ബങ്കനംപള്ളി. ഞാൻ കുറെ അടിപൊളി ബങ്കനംപള്ളി എന്ന് വാങ്ങിയിട്ടുണ്ട്. ബങ്കനംപള്ളി ഇഷ്ടമില്ലാത്തൊരു കൂതറ വാങ്ങി അമ്മ വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ ഇവന്തോ പാട്ടും കൊണ്ട് എനിക്ക് കണ്ണ് കാണാൻ വയ്യടാ. എന്താ നമ്മ ഇതിന്റെ റീക്രിയേറ്റ് ചെയ്യണം. ഏനാ நீங்க சமத்தா இல்ல அசடா? அசடா. ஏனா நீங்க சமத்தா இல்ல அசடா? சமத்தா இருந்தா கொடுப்பேடா, அசடா இருந்தா மறுப்பேடா. சமத்தா இருந்தா கொடுப்பேடா, அசடா இருந்தா மறுப்பேடா. ஏண்டி புதுசா கேட்கற? என்ன பார்த்து அப்படி ஃபீமேல். அடுத்தாத்து அம்பூஜத்தை பார்த்தேடா அவ ஆத்துக்கார கொஞ்சுறது கேட்டேல. அடிச்சாலும் புடிச்சாலும் அவ ஒன்னா சேர்ந்துக்குவா. அடிச்சாலும் புடிச்சாലും അവ ഒന്നാ ചേർന്നുക്കുവാ. പിന്നെന്താ? സാരിയെ കുറിച്ചെന്തോ ഇല്ലേ? സാരിയ അത് പട്ടു. അത് ഞാൻ പറഞ്ഞു. ഏത് ഒരു സെന്റൻസ് ഉണ്ട്. പുടവയോ എന്തോന്നോ പറഞ്ഞിട്ട് ഇല്ലേ? പുടവയാ അത് വേറെ പാട്ട് ഇല്ല ഇതിൽ തന്നെ. നെക്സ്റ്റ് ലൈൻ എന്താ? നെക്സ്റ്റ് ലൈൻ അടിച്ചാലും ഇടിച്ചാലും എന്നൊക്കെ കേട്ട്. അടിച്ചാലും പൊടിച്ചാലും ഒന്നാ ചേർന്നുക്കുവാ. പട്ട് പുടവയെ വാങ്ങിക്കുക. അടിച്ചത് കൊണ്ണ് പൊടിച്ചത് കൊണ്ണ് പുടവയെ വാങ്ങിക്കറാ. പട്ടു പുടവയെ വാങ്ങിക്കറാ. ഞാൻ പറയുന്നില്ല പട്ട് സാരിയെ കുറിച്ച് പറയും. അപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് ടൂൺ കിട്ടിയേട്ടാ. അടിച്ചാലും പൊടിച്ചാലും അവ ഒന്നാ ചേർന്നുക്കുവാ. അടിച്ചാലും പൊടിച്ചാലും അവ ഒന്നാ ചേർന്നുക്കുവാ. അടിച്ചത് കൊണ്ണ് പൊടിച്ചത് കൊണ്ണ് പുടവയെ വാങ്ങിക്കറ. പട്ടു പുടവയെ വാങ്ങിക്കറ. അടുത്താത്ത് അമ്പൂജത്തെ പാട്ടേട അവ ആത്തുകാര കൊഞ്ചിറത് കേട്ടേട. അടുത്താത്ത് സംഗതിയെല്ലാം നമുക്കേണ്ടി പട്ടു നമുക്കേണ്ടി. പെണ്ണിന്റെ പേരാണോ പട്ടു? അല്ല പട്ടു വെച്ചാൽ ഡിയർ പോലെ. അല്ല ഇത് സിനിമ പാട്ട്? അതെ. ഏത് സിനിമ പാട്ട്? അയ്യോ പണ്ടത്തെ എതിർ നീച്ചൽ എന്നൊക്കെ പറഞ്ഞിട്ട്. എതിർ നീച്ചൽ. വായിക്കുന്ന മലയാളം തമിഴാ ഇംഗ്ലീഷാ? കണ്ണു കാണാമോ എനിക്ക്? ഈ പാട്ടിന്റെ ബാക്കിയും കൂടെ പാടാൻ പോവാണോ? ഇല്ല ഇത് അടുത്താത്ത് സംഗതിയെല്ലാം നമുക്കേണ്ടി അവൻ ശമ്പളം പാതി കിമ്പളം പാതി വാങ്ങുറാണ്ടി. അപ്പുറത്തെ ഉള്ള ആരെ കുറിച്ച് കുറ്റം പറയുവോ അല്ലേ? ഇവൻ ആ ഫീമെയിൽ പറഞ്ഞത് നീ അടുത്താത്ത ഇത് കണ്ട പൂജത്തിനെ കണ്ട അവന്റെ ഹസ്ബൻഡ് എന്ന് നന്നായിട്ട് ഇവനെ കൊഞ്ചിക്കൊണ്ടിരിക്കണെന്ന്. അപ്പൊ നീ മാത്രം എന്തിങ്ങനെ? എന്റെ വീഡിയോണ്ടൊക്കെ തലയില്ല. അപ്പൊ നീ മാത്രം എന്തിങ്ങനെ? അപ്പേക്ക് ആൺ പറയാണ് അടുത്തവന്റെ കാര്യം നമുക്ക് എന്തിനാണ്? അവൻ ശമ്പളവും മേടിക്കുന്നത് കിമ്പളം വെച്ചാ ഡ്രൈവും ആക്ച്വലി മേടിക്കുന്നത്. അതുകൊണ്ട് അവൾ കൊഞ്ചും എല്ലാം ചെയ്യും. അവൻ ശമ്പളം പാതി കിമ്പളം പാതി വാങ്ങുറാണ്ടി. അത് കൊള്ളാം. ഡ്രാഗൺ ഇഷ്ടമാണ്. ഇവിടുത്തെ ഡ്രാഗൺ സൂപ്പർ. അപ്പൊ ഓക്കെ. ഫ്രഷ്. കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഡ്രാഗൺ ലാസ്റ്റ് വെട്ടാൻ. ഡ്രാഗൺ വെട്ടിയാൽ കൈയെല്ലാം ഭയങ്കര ഇങ്ങനെയുള്ള ബങ്കരം പള്ളിയിൽ
റൈപ്പസ്റ്റ് എടുക്കട്ടെ. ടപ്പർ വെയറിൻ്റെ പീലർ. പക്ഷെ ഭയങ്കര ലൈറ്റാണ് കേട്ടോ. ഇത് ശരിക്കുള്ള പഴുത്ത മാങ്ങയാണോ ഇത് പഴുപ്പിച്ചെടുത്തതാണോ എന്നൊക്കെ ഒരു ഡൗട്ട്. അങ്ങനെ പാട്ട് കച്ചേരി കഴിഞ്ഞു. ഇനി അടുത്ത പാട്ടുമായിട്ട് നമ്മൾ വീണ്ടും വരും. അടുത്ത വേറെ പാട്ട് കണ്ടുപിടിക്കും. പാട്ട് പോയി തപ്പിയിട്ട് വരാം. ഇവനെങ്ങനെയാണ് ഈ പഴയ പാട്ടിൻ്റെ ലിറിക്സ് അറിയാന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പേളി പാടുമ്പോഴത്തേക്ക് നീല പറയില്ല അമ്മ വേണ്ട. അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് ആദ്യം ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴാണ് വിദ്യാബാലൻ ചെയ്യുന്നത് കണ്ടത്. അപ്പം പോകും. നമുക്കിവിടെ ഹെൽപ്പിന് നിൽക്കുന്ന പുള്ളിക്കാരി വീട്ടിൽ പോയി. ശരിക്കും പഴുത്തില്ല കേട്ടോ ബംഗനപ്പള്ളി. ഓസി കുറ്റം പറയാം. ഹിമ പസന്ത് മറ്റേത് നീലം അതും എനിക്ക് പക്ഷെ അതൊക്കെ ഇഷ്ടമാണ്. മധുരം ഉണ്ടോ നോക്കട്ടെ. ഒരു മധുരം. ബംഗനപ്പള്ളി മാങ്ങ ഏത് സ്റ്റേറ്റിലാണെന്നറിയോ? നമ്മുടെ നാടൻ മാങ്ങയൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളെ. പണ്ടൊക്കെ നമുക്ക് നാട്ടിൽ റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അവിടെ കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അവിടെ പണിക്ക് നിൽക്കുന്ന ആൾ മാങ്ങ സീസൺ ആകുമ്പോൾ കുറേ മാങ്ങ കൊണ്ടുവരുമ്പോൾ പച്ച കളറായിരിക്കും. അതൊരു ചാക്കിലൊക്കെ കെട്ടി വെച്ചേക്കും. അതിങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ പതുക്കെ ലാവിഷായിട്ട് കുറേ ആൾക്കാർക്ക് കൊടുത്താൽ പോലും നമുക്ക് ലാവിഷായിട്ട് കഴിക്കാൻ കിട്ടും. ലൈക്ക് ഒരു ദിവസം 500 മാങ്ങ കാണും, കുറേ കാണും, കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. അങ്ങനെയൊക്കെ ലാവിഷായിട്ട് മാങ്ങ കഴിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിലയാണ്. ഇച്ചിരി കുറഞ്ഞ സ്ഥലത്ത് ഇച്ചിരി അവിടെ എവിടെയൊക്കെ ഇട്ടേക്കുമല്ലോ, കിലോ 100 രൂപ എന്നൊക്കെ. അങ്ങനെയൊക്കെ വാങ്ങിയാൽ പലപ്പോഴും 1-2 മോശമായിപ്പോൾ കേട്ടോ. മാങ്ങ ആപ്പിൾ ഇട്ട് അടുത്തത് ഡ്രാഗൺ. അതിന് ഞാൻ നിങ്ങൾക്ക് ക്യാമറ താഴെ വെരി റൈപ്പ്. പഴം തൊലിക്കുന്ന പോലെ ഇങ്ങനെ തൊലിച്ചെടുക്കാം. ഓക്കെ, ഇവിടെ ഇച്ചിരി തുറന്നിരുന്നൊരു പോർഷൻ ഉണ്ട്, അതിനെ കട്ട് ചെയ്ത പെർഫെക്റ്റ്. Look at that beauty. It's so beautiful. ആംഗിൾ കൊള്ളത്തില്ലല്ലേ? നമുക്കൊരു ബെറ്റർ ആംഗിൾ എടുത്താലോ? കൈ കഴുകട്ടെ. ഇതിനെ കട്ട് ചെയ്യണ വീഡിയോ സെൽഫി മോഡ് വെച്ച് എടുത്തു. പണ്ടാരം ഓണായില്ല. എത്ര ഭംഗിയായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ നോക്കുന്നത്. ചമ്മിപ്പോയി. വീഡിയോ ഓണായില്ല. റെക്കോർഡ് ബട്ടൺ പ്രസ്സായില്ല. പേരയ്ക്ക ഹൈ ബുക്കില്ല. അയ്യോ, ഡെസ്പൈ എൻ്റെ എല്ലാം കളഞ്ഞിട്ട് ഒന്നിനും കൊടുത്തു.
See this സ്പെഷ്യൽ മുന്തിരിങ്ങ. ഏത് കൺട്രിയുടെ ആണെന്ന് മറന്നുപോയി. ബട്ട് ഇറ്റ് ഈസ് വെരി 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 ടേസ്റ്റി. അങ്ങോട്ട് കൊണ്ട് ചെന്നതും തീർന്നതും മുള്ളു തീർന്നതും ഒരുമിച്ച്. അയ്യോ എൻ്റെ അമ്മേ. കിച്ചുവിന് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കിച്ചുവിന് കർഷകന് കൊടുക്കാനായിട്ട് ഒന്നും കൂടെ എടുക്കുന്നു. മുള്ളു നേരത്തെ ഫ്ലോപ്പായില്ല. ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ക്ലോസ് അപ്പ് എടുക്കാം. ഒരു മാംഗോയും കൂടെ വെട്ടണം. അയ്യോ നേരത്തെ അത്ര പോരാണെന്ന് തോന്നുന്നു. ഊസ് വീട്ടിലുണ്ടെങ്കിൽ പഴയ മലയാളം കോമഡി സിനിമകളുടെ സീൻസ് ഇട്ട് കണ്ടുകൊണ്ടേ. ഇഷാനിയും ഹൻസികയൊക്കെ പുതിയ പുതിയ മറ്റേ ഇംഗ്ലീഷോ കൊറിയനോ ഏതെങ്കിലും ഭാഷയുടെയൊക്കെ സീരീസ് പുതിയത് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇട്ട് കാണും. ഓസിക്ക് ഒന്ന് കാണാൻ ഇഷ്ടമാണ്. അയ്യോ ഇത്തിരി പച്ചയാണെന്ന് തോന്നുന്നു കേട്ടോ. ഡയറ്റാ ഞാൻ വീഡിയോ എടുക്കുക. ഇത് മോര് പിടിച്ച് ഫിറ്റായോ? ഫിറ്റ് കുറയ്ക്കാൻ വേണ്ടി മോര് കുടിച്ചതാ. അയ്യോ ബേബി എഴുതാറുണ്ട്. ബേബി ഉണ്ട്. കുഞ്ഞിനെ അവിടെ കിടത്തിട്ട് ഞാൻ കാവലെടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. പോയി അവിടെ ഇരിക്കും. എനിക്ക് കുറച്ച് സിനിമയും കുറച്ച് രാഷ്ട്രീയത്തിലും ജോലി കുറവെന്ന് വെച്ചാൽ നീ എന്നെ സെക്യൂരിറ്റി ആക്കി. നിയമം നോക്കാം. നമുക്ക് ആളെ വേണം അവിടെ പോയി ഇരിക്കേ. പാക്കറ്റ് മോര് എല്ലാവർക്കും ഇഷ്ടമാണ്. ഓസിക്ക് ഇഷ്ടം മുരളിയാണ്. മുരളിയുടെ മോര്. ഇത് അമൂലിൻ്റെ ഇഷാനി വാങ്ങി വെച്ചേക്കുക. How was your Delhi trip, baby? It was nice, very tiring, but nice. Output ഒക്കെ നല്ലപോലെ വന്നു. ഞാൻ വെളുപ്പിന് രാത്രി നോക്കിയപ്പോൾ ഇന്നലെ ഇഷാനിയുടെ ഫോട്ടോ കണ്ടു. ആൻഡ് ഐ വാസ് ഹാപ്പി ടു സീ ദാറ്റ്. നീ ഏതൊന്നും ഇൻഫ്ലുവൻസേഴ്സിൽ ഫസ്റ്റ് ഇട്ടത്? എല്ലാവരും സ്റ്റാറ്റിക് പോസ്റ്റ് ഇടുന്നില്ലായിരുന്നു. സ്റ്റാറ്റിക് പോസ്റ്റ് ഇടുന്ന വളരെ കുറച്ച് പേരായിരുന്നു. അപ്പോൾ അതിൽ ഐ തിങ്ക് ആദ്യത്തെ 1-2 പേരിൽ ഞാൻ ഇട്ടു. മാവയ്ക്ക് സ്ട്രെസ്സായില്ലേ അമ്മ ഇല്ലാത്തതുകൊണ്ട്? കുഴപ്പമില്ല. അമ്മ ഉണ്ടായിരുന്നെങ്കിലും അമ്മ എന്നെക്കാട്ടിലും സ്ട്രെസ്ഡായി പോയാൽ. അതെന്താ? കാരണം സംഭവം തുടങ്ങിയത് തന്നെ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് രാത്രി. അങ്ങനെ അപ്പോൾ ഫുഡ് കഴിക്കാൻ സമയം കിട്ടില്ല. ഞാൻ ആ സമയം എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഡിന്നർ തീർന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം
അന്ന് ബോംബെ പോയപ്പോഴും തീർന്നില്ലേ? അപ്പോൾ വേഗം പോയി കഴിക്കാത്തെന്താ? അത് പറ്റില്ല, കാരണം താഴെ ഷൂട്ട് തീർത്തിട്ടേ മേലെ പോകാൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഡിലേ ആയിരിക്കും. അതൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നല്ല ട്രിപ്പായിരുന്നു. ഓക്കെ ബേബി വേഗം പോയി കുളിച്ചിട്ടോ ഉറങ്ങാൻ പോകും. യെസ്, ഐ എം സോ സ്ലീപ്പി. ഫ്ലൈറ്റ് 2 hours ഡിലേ ആയിരുന്നു, അപ്പോൾ നല്ല ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. എന്ത് പറ്റി ഡിലേ ആയത്? ആദ്യം എന്തോ ഓപ്പറേഷണൽ ഇഷ്യൂസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നു, ലൈക്ക് ഓക്കെ നമ്മൾ പോകുന്ന ഫ്ലൈറ്റിലെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു ഓപ്പറേഷണൽ ഇഷ്യൂ ഒക്കെ മാറി, എല്ലാം ഓക്കെയാണ്, പൈലറ്റ് ഇല്ല, അതായത് ക്യാപ്റ്റൻ ഇല്ല എന്ന് പറഞ്ഞു ഫ്ലൈറ്റ് ഓട്ടിക്കാൻ. അപ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് ഞാൻ മനസ്സിൽ സലീം കുമാർ CID ന്യൂസിൽ വരുന്ന പോലെ കാരണം അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോൾ പക്ഷേ ക്യാപ്റ്റൻ എവിടെ അതറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു പൈലറ്റ് വന്നു, അങ്ങനെയാണ് വണ്ടി എടുത്തത്. പിന്നെ ഫ്ലൈറ്റ് കയറി പൈലറ്റ് അനൗൺസ് ചെയ്തു വരാനിരുന്ന പൈലറ്റിന് എന്തോ ഒരു പൈലറ്റിൻ്റെ വീട്ടിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നു, അങ്ങനെ പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമുക്കൊരു സാധനമൊക്കെ തന്നു. Sorry for the inconvenience. Here's a little game to shorten your wait. ഗെയിം മാത്രമല്ല, അതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തു. ആഹാ ബേബി ഹാപ്പി ആയ? ഭയങ്കര ഒരു ടർബുലൻസ് വന്നു ഇടയ്ക്ക്, ആണ്. നല്ല രീതിക്ക്. മക്കൾക്ക് പേടിയായോടാ? ഞാൻ ഉറങ്ങിയായിരുന്നു, ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റ്. അപ്പോൾ ഇങ്ങനെ ഏതോ ഒരാൾ ബാത്റൂമിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോൾ എയർ ഹോസ്റ്റസ് സാർ 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 സിറ്റ് സിറ്റ് സിറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഞെട്ടി എണീറ്റു, ഒന്ന് പേടിച്ചു. പക്ഷെ പിന്നെ അങ്ങനെ മഴയായിരുന്നു, അതുകൊണ്ടായിരിക്കണം. ഐ എം ഹാപ്പി യു കെയിം. ഞാൻ ലൈവ് ട്രാക്ക് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ മക്കൾ വേഗം പോയി കുടിച്ചിട്ട് വാ. യെസ്, ഓക്കെ ഗുഡ് നൈറ്റ് ബേബി. ബൈ ബേബി. ബൈ ബേബി കുട്ടി. ബൈ. I'm not coming because baby didn't wake up. other baby. Other baby, Neo baby. Bye. Bye, Chakare. ഗുഡ് മോർണിംഗ്. ഹംസനോട് പോലെ ആക്ച്വലി ഒരു 6:30 ആയപ്പോൾ ഓസി എന്നെ വിളിച്ചു. ഓസി അശ്വിനെ ബേബിയുടെ കൂടെ കിടക്കണം. അശ്വിന് ബേബിയുടെ കൂടെ കിടന്നേ പറ്റും. അശ്വിനെ കിടക്കണം. അശ്വിൻ്റെ ഫോൺ തന്നെ വിളിച്ചത്. അപ്പോൾ ഇന്നലെ ഈശാനി വരാൻ ലേറ്റ് ആയിട്ട് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ വളരെ 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 ലേറ്റായി. അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ എണീറ്റ് ഓടി താഴെ വന്നപ്പോൾ അവനെ ഒന്ന് എടുക്കാനാണ് വിളിച്ചത്. പക്ഷെ ഞാൻ താഴെ വന്ന ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ അവൻ ഉറങ്ങി. അപ്പം തൊട്ട് ഞാൻ അവനെ ഒന്ന് എണീപ്പിക്കാൻ കാവലിരിക്കും. ഇന്നലെയാണെങ്കിൽ നല്ലപോലെ വെയിലൊക്കെ കൊള്ളിച്ച് ഇന്ന് വെയിൽ കൊള്ളിക്കാന്ന് പറഞ്ഞിട്ട് കിച്ചു ഞാൻ ചോദിച്ചു. അവൻ നല്ല ഉറക്കം. ഞാൻ ഓരോ 20 മിനിറ്റിലും പോയി നോക്കും, ഉണന്ന് എടുക്കാമെന്ന്. എടുത്താൽ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നോക്കണം. ചോദിച്ച് പറഞ്ഞു 2 മണിക്കൂർ മുമ്പ് എപ്പോഴും പാമ്പർ മാറ്റിയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം നല്ല സൗണ്ട് സ്ലീപ്പ്. അപ്പം എനിക്ക് അങ്ങനെ എണീപ്പിച്ചെടുക്കാൻ ഒരു മടി. ഇപ്പോൾ ഓസിയൊക്കെ ഉറങ്ങുന്നു. രാത്രി അവർക്ക് തീരെ ഉറക്കം കിട്ടിയില്ല എന്ന് പറയും. മോർണിംഗ് ഹാർവെസ്റ്റ് യെല്ലോ റംബൂട്ടാൻ മാംഗോസ്റ്റിൻ. ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ ഇച്ചിരി വെയിൽ കൊള്ളാൻ വരുന്ന സമയം ആണ്. പക്ഷെ ഇന്ന് ഉറക്കം എണീക്കാൻ ലേറ്റായിപ്പോയി. കുഞ്ഞുമാവ ലേറ്റായിപ്പോയി, അതുകൊണ്ട് വെയിൽ ഇങ്ങ് വന്നു. ഞാൻ കുഞ്ഞിനെ കൊണ്ട് വന്നപ്പോൾ ഇവിടെ നോക്കിയ ഒരു എന്താ കടന്തലാണോ തേനീച്ചയാണോ അത് കൊണ്ടുവരണം. കുഞ്ഞിനെ കൊണ്ട് ഞാൻ പോട്ട് വിടുന്നു. പറന്ന് അങ്ങോട്ട് പോകുന്ന കണ്ടു. ബാൽക്കണി ചെടിയൊക്കെ ഇപ്പം ഇച്ചിരി മോശമായി തുടങ്ങി. ഈ ചെടിയാണ് ഭയങ്കര ലൈഫുള്ളത്. പണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, അത് ഒടിഞ്ഞു പോയി. അതിനെ ഞാൻ വെറുതെ തിരിച്ച് കുത്തി വെച്ചതാ. നല്ലപോലെ രക്ഷപ്പെട്ടു അത്. ഇന്ന് ബേബിക്ക് ചെക്കപ്പ് ഉണ്ട്. ഇളം വെയിൽ കാലത്തും വൈകുന്നേരവും കുട്ടികളെ കൊള്ളിക്കുന്നത് നല്ലതാണ്. ഇന്നലെ വൈകുന്നേരം പറ്റിയില്ല, ഇവൻ ആ സമയത്തൊക്കെ ഉറക്കും. ഇന്നലെ അവൻ വൈകുന്നേരവും രാത്രി എപ്പോഴും ഒക്കെ ഒരുപാട് ഉറങ്ങിയിട്ട് പാതരാത്രി ആയപ്പോൾ എണീറ്റിരുന്നു. ഭയങ്കര വെയിലായിപ്പോയി കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് പല പ്രാവശ്യം അവനെ എടുത്ത് വെയിൽ കൊള്ളിക്കുമ്പോൾ നോക്കിയപ്പം ഭയങ്കര ഉറക്കമായിരുന്നു. സുഖമായിട്ട് ഓസിയുടെ അടുത്ത് കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല, സുഖമായിട്ട് ഉറങ്ങാല്ലേ എന്ന് വെച്ച്. പിന്നെ ഞാൻ ഡയപ്പറൊക്കെ മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ എടുത്തതാണ്. പക്ഷേ ഡയപ്പറിലൊന്നും ഇല്ലായിരുന്നു. എല്ലാം രാത്രി തന്നെ നല്ല റെഡിയായി.
ഐ എം എൻജോയിങ്. നോട്ട് ഓൺലി മീ, വീട്ടിലെ എല്ലാവരും എവരിബഡി എൻജോയിങ് ദിസ് ന്യൂ ഫേസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിലൊരു പുതിയ ഫേസ്. അത് ഇത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ എത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊന്നല്ല. ജസ്റ്റ് ലൈക്ക് മദർഹുഡ് പോലും ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് കിച്ചുവിനും എനിക്കും, അപ്പോൾ ഞാൻ കോളേജിൽ MA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഉടനെ ഒന്നും ഒരു അമ്മയാവാൻ എനിക്കൊന്നും ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഒക്കെ കഴിയും, നമുക്കൊന്ന് കറങ്ങാൻ പോകണം. അന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ സീസണിലായിരുന്നു അമ്മ അസോസിയേഷൻ്റെ, ആ സമയത്താണ് അമ്മ അസോസിയേഷനൊക്കെ ഫോമായ. അവരുടെ ഒരു ഈ ഷോ ഉണ്ടായിരുന്നു, സ്റ്റാർസൊക്കെ ഉള്ള ഷോ. അത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ 2 weeks കഴിഞ്ഞപ്പോഴോ മറ്റോ ആയിരുന്നു, 2 or 3 weeks. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഉടനെ പ്രാക്ടീസും അതും ഇതൊക്കെ ആയിട്ട്, അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു ഹണിമൂണോ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻ്റെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് പ്രഗ്നൻറ്റും ആയിപ്പോയി. എക്സാം എഴുതേണ്ടത് മാർച്ച് ഏപ്രിൽ ആ സമയത്തായിരുന്നു. അപ്പോഴത്തേക്ക് ഭയങ്കര വോമിറ്റിങ്ങും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ അതും കുളമായി. അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ ഒരു ട്രിപ്പൊക്കെ പോകണം എന്നൊക്കെ ഡാഡി മസ്കറ്റിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒരു പക്ഷേ 2-3 മാസം കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തൊക്കെ ഇരുന്ന്, എനിക്കപ്പോഴും ഫാമിലി വിസ ഉണ്ടായിരുന്നു കുറേ നാളത്തേക്ക്. അതിന് മുന്നേ അടിച്ച് കിട്ടിയത് എത്രയോ നാളത്തേക്ക് എക്സ്റ്റെൻഡഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൂരും കൂടെയൊക്കെ വിസ എടുത്തേക്ക് നമുക്ക് അങ്ങോട്ട് ട്രിപ്പ് പോകാമായിരുന്നു, അറ്റ്ലീസ്റ്റ് അങ്ങോട്ട്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഞങ്ങളങ്ങനെ ട്രിപ്പൊന്നും പോയില്ല. അപ്പോൾ മദർഹുഡ് പോലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്നെ തേടിയെത്തിയതാണ്. അതുപോലെ തന്നെയാണ്, അയ്യോ അവൻ ചിരിക്കുന്നു എന്താണ്, അതുപോലെ തന്നെയാണ് ഈ ഒരു ഫേസും എൻ്റെ ലൈഫിൽ. ഓസി പെട്ടെന്നൊരു കല്യാണം, ഉടനെ തന്നെ ഓസിയും, ഞാൻ പ്രഗ്നൻ്റ് ആയ അതേ സ്പീഡിലാണ് ഓസി പ്രഗ്നൻ്റ് ആയത്. എൻ്റെ കല്യാണം ഡിസംബറിൽ, ഞാൻ ഒക്ടോബറിൽ അമ്മുവിനെ പ്രസവിച്ചു. ഓസിയുടെ കല്യാണം സെപ്റ്റംബറിൽ, ജൂലൈയിൽ ബേബിയെ പ്രസവിച്ചു. ലൈക്ക് സെയിം പോലെയാണ്. സോ ബട്ട് ഐ എം എൻജോയിങ് ദിസ് ഇയർ. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇവനെ സെൻറ്റർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കിച്ചു രാവിലെ ഇവനെ വെയിൽ വിളിക്കാൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും ഇവൻ എണീറ്റില്ല. ഇപ്പോൾ കിച്ചുവിന് ഓഫീസിൽ പോകാൻ സമയം. ഭക്ഷണം താഴെ ആരാ? അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് നോക്കാൻ പറ്റില്ല, റീല് ഇൻട്രസ്റ്റിംഗ് ഐ വിൽ ഷെയർ വിത്ത് യു. ഓക്കെ. ഇന്ന് അവനെ വെയിൽ കൊള്ളിക്കാൻ പറ്റിയില്ലല്ലേ? ചെരുപ്പ് വെച്ചോ? എൻ്റെ കയ്യിൽ കുഞ്ഞാ, വെച്ചു കൊടുത്തോ? എന്ത് പറയുന്ന വെച്ചാൽ ഇപ്പം മുഴുവൻ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു വിഷയം അവതരിപ്പിച്ചു. അതായത് നമ്മൾ ഈ സുഖപ്രസവം എന്ന് പറയുന്നു, പക്ഷേ അത്ര സുഖകരമല്ലാത്തൊരു സംഭവമാണ്. അതതിൻ്റെ വേദനയല്ല ഉദ്ദേശിക്കുന്നത്, പ്രസവം നടക്കുന്ന അന്തരീക്ഷം, അതായത് ലേബർ റൂം ആയിക്കോട്ടെ, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ബന്ധുക്കളെ ആരെങ്കിലും അകത്ത് പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് കുറേ പോരായ്മകൾ ഇരുവശത്തും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിന്ധു പ്രസവിക്കുന്ന കാലത്ത് ഞാൻ അവിടെ അകത്ത് കയറിയിരുന്നെങ്കിൽ മറ്റ് പേഷ്യൻസ് കിടക്കുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ട് വരും, കാരണം അവർ സ്ത്രീകളാണ്. പക്ഷെ അപ്പോൾ നമുക്ക് ക്യൂബിക്കിൾ പോലെ വേണം, അതായത് പ്രൈവസി ഉള്ള സംഭവം. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നലെ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ താഴത്തെ കമൻസ് എന്ന് വായിച്ചപ്പോഴത്തേക്ക് വളരെ പ്രതീക്ഷ തരുന്ന രീതിയിലുള്ള ആൾക്കാരുടെ റെസ്പോൺസ്. അതായത് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സഹായ സഹകരണം ഇല്ലാത്ത വേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് പ്രാർത്ഥിക്കുക, നല്ലപോലെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രൈവറ്റ് ക്യൂബിക്കിൾസ് വരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവരുടെ ബന്ധുക്കളായ 1-2 പേരെ അകത്ത് പ്രവേശിപ്പിക്കാം. അപ്പോൾ ആ പ്രസവിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് എന്തുമാത്രം ധൈര്യവും ആശ്വാസവും സന്തോഷമായിരിക്കും. പക്ഷേ അതിനകത്ത് കുറേ കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ കയറുന്ന ബന്ധുക്കൾ എന്ന് പറയും. ഇപ്പം ഞങ്ങൾ മക്കൾക്ക് പ്രസവത്തിൻ്റെ സമയത്ത് ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ എത്ര മാന്യമായിട്ട് പെരുമാറുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. കാരണം നമ്മൾ അവിടെ നിൽക്കുന്ന ഡോക്ടേഴ്സിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല, ആ നഴ്സസിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയും കുറേ വശങ്ങളുണ്ട്. അപ്പം നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഫോണിൻ്റെ മൊബൈലിൻ്റെ മര്യാദ എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നു. ട്രെയിനിലൊക്കെ ചിലരിന്ന് സിനിമ കാണുന്നു മൊബൈലിൽ. നമ്മളൊരു ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുന്ന ഇയർബഡ്സ് അല്ലേ, ബഡ്സ്, ഇങ്ങനെ അതാണ് ചേട്ടൻ കഴുത്തി തൂക്കിയിട്ടേക്കുന്നത്. അതാ, വേറൊന്നല്ല, എനിക്ക് കണ്ട് രസിക്കുകയും ചെയ്യാം, മറ്റൊരാൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുകയില്ല. അപ്പോൾ ഇത്തരം മര്യാദകൾ എല്ലാ മേഖലകളിലുണ്ട്. ഞാൻ ആലോചിക്കുന്ന അവരുടെ ഭാഗത്തെ കുഴപ്പങ്ങൾ കണ്ടെത്തുന്നതിന് മുൻപ്, കാരണം പണ്ടൊക്കെ നമ്മുടെ ടെൻഡൻസി എന്താ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുക, അതിലൊരു സുഖം കണ്ടെത്തുക, ഇതൊക്കെ എനിക്കും ഒക്കെ ഉണ്ടായിരുന്നത്.
ഇപ്പോഴും മേ ബി കാണുമായിരിക്കും. പക്ഷേ പ്രായവും അനുഭവവും കൊണ്ട് നമ്മൾ മാറ്റിയെടുക്കുക, നമ്മൾ മാറിയേ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങളുണ്ട്, അതിൻ്റെ താഴെ ഒന്ന് രേഖപ്പെടുത്തുക. കാരണം അറിയോ, നമുക്ക് ഒരു പുതിയ കൾച്ചർ ഉണ്ടാക്കിയെടുക്കണം. അത് കേരളത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കും. കാരണം മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിത അതായത് ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളെ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ രാജ്യവും എല്ലാം ഉള്ളൊരു രാജ്യമാണ്. നമുക്ക് അവരുടെ ഒപ്പമല്ല നിൽക്കേണ്ടത്, അവരുടെ മുകളിൽ പോകണം. പ്രത്യേകിച്ച് കേരളം അതിനൊരു തുടക്കം കുറിക്കണം. നിങ്ങളുടെ സഹായ സഹകരണങ്ങളോട് നിങ്ങൾ നല്ലപോലെ സ്വപ്നം കാണുക, വിഷ്വലൈസ് ചെയ്യുക, വിശ്വസിക്കുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറയും, അത് നടക്കും. പ്രകൃതി നടത്തിത്തരും. നന്ദി. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു. താങ്ക് യു. ഫോൺ എടുത്തോ? പേഴ്സ് എടുത്തോ? പേളി ഞാൻ പേളിക്ക് ഒരു മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ടായോ? എൻ്റെ കുറച്ചൊരു റിങ്ങിന്നുണ്ടായിരുന്നു. ഞാൻ അകത്തൊരു റിങ് കേട്ടു വീട്ടിനകത്ത്. ഐ വാസ് തിങ്കിങ് Pearly, I am always happy, jolly like you. കൊച്ചു പേടിക്ക്, പതുക്കെ ചിരിക്ക്. എനിക്ക് ഞാൻ എന്തിനു വിളിച്ചെന്നറിയോ? എനിക്ക് ഒന്ന് പേളി മാണി എന്നുള്ള മാണിയോട് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് കുറേ കാരണങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ റെഗുലറായിട്ട് കാണുന്നില്ല. പക്ഷെ അതിന് ശേഷം അല്ലല്ല വിളിച്ചു ഞങ്ങൾ സംസാരിച്ചു. നോ വി സ്പോക്ക് ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് മാണിയോടുള്ള ഇഷ്ടം എന്തെന്ന് പേളിക്കറിയാം. ഇപ്പൊ പക്ഷെ അതിനേക്കാൾ ഒരു പടി എനിക്ക് തന്നെ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ ഡിസ്കഷൻ വന്നു. അതായത് പേളിയെ പറ്റി ഞങ്ങൾ ഇങ്ങനെ പുകഴ്ത്തുക തന്നെയാണ്. പുകഴ്ത്തുക വെച്ചാൽ എന്തെന്ന് പറയോ, എല്ലാവർക്കും ഇല്ലാത്ത ചില ക്വാളിറ്റീസ് ആർ ദെയർ ഇൻ യു. അപ്പോൾ എനിക്ക് പലപ്പോഴും ഓസി പേളി രണ്ടുപേരെ ഞാൻ ഇങ്ങനെ റിലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ മറ്റൊരാൾക്കൊരു നന്മ വരുമ്പോൾ പച്ചയ്ക്ക് എഴുതും, അയാളുടെ പ്രവൃത്തി നല്ലതാണ്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുകൊണ്ട് ആ ലിങ്കൊക്കെ ഇടുന്നു. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ്. വൈ? ബിക്കോസ് ഒരു കോൺഫിഡൻസ് ഇഷ്യൂ വരും. അവിടെ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് പേളി ഇതിങ്ങനെ എഴുതിയതൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് വളരെ വളരെ സന്തോഷം. ഐ ഫെൽ സോ നൈസ് ഓഫ് യു, പ്രൗഡ് ഓഫ് യു. അപ്പോൾ എനിക്കൊന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി. എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? രാജസ്ഥാൻ. ഞാൻ കണ്ടിരുന്നു. വെരി ഗുഡ്. മാത്രം ഇന്ന് രാവിലെ പേപ്പർ തുറന്നപ്പോൾ അതിനേക്കാൾ സന്തോഷം തോന്നി. പേർലിയും കുടുംബവും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു, തണുപ്പത്ത് ഐസിൽ നിൽക്കുന്നു. ഭർത്താവ് ഇവരെ ഗോഗിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ നിൽക്കുന്നു. ബ്യൂട്ടിഫുൾ. പിന്നെ പേപ്പറിന്റെ ഫ്രണ്ടിലെ വാർത്തയല്ല, നിങ്ങളാണ് വാർത്ത. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഹെഡ്ലൈൻസ് കേട്ടോ. യു ആർ ദ ഹെഡ്ലൈൻ ടുഡേ. അപ്പൊ അത് അറിയിച്ചല്ലോ, അതിന്റെ ചെലവ് നീ തന്നേക്കണം കേട്ടോ. You should come. ഒരു സെക്കൻഡ്. അപ്പൊ ഇതിനിടയ്ക്ക് കാര്യം പറയുന്ന പോലെ ഞാൻ ഹെഡ്ഫോൺ ഇട്ടിരിക്കുന്നത്, അത് സ്പീക്കറിൽ സിന്ധുവിടെ വ്ലോഗ് എടുക്കുന്നത് കേൾക്കട്ടെ സൗണ്ട്. ഒരു സെക്കൻഡ്. ഹെഡ്ഫോൺ മാറ്റ്, ഒന്നും കേൾക്കാൻ പറ്റില്ല. എന്നെ ചീത്തയും വിളിക്കുന്നുണ്ട്. മോളെ എന്തുണ്ട്? കുഞ്ഞുങ്ങള് സുഖമായിരിക്കുന്നോ? ഹൻസിക എന്നും പറയും നിലു ബേബി വലുതാവുന്നതിന് മുന്നേ എന്നെ ഒന്ന് കൊണ്ടുപോന്ന് ചോദിക്കുവേ. പിള്ളേരെ കണ്ട ഒരു ഫീലായിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓൾറെഡി ഞാൻ എന്തായാലും വരുന്നുണ്ട്. വരൂ. അപ്പൊ രാജസ്ഥാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് കം ഹോം. അന്ന് മോളിയും മിനിയും വന്നിരുന്നു, ഞങ്ങൾ ഇല്ലായിരുന്നു. ഓക്കെ പേളി, എൻജോയ്. അവിടെ രാജസ്ഥാനല്ലേ? Thank you and God bless you and your family to have a great time in Rajasthan, right? Okay. Thank you so much. Thank you. Bye മോളെ, bye. 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 അപ്പോൾ ഇറങ്ങട്ടെ. ഓക്കെ. ആ ഗേറ്റ് അടയ്ക്കണേ. ഇതുപോലെ ഇറങ്ങി പോകുമ്പോൾ ഗേറ്റ് അടയ്ക്കാതെ പോയതിൻ്റെ ഒരു കഥയുണ്ട്. ഞാൻ ഇപ്പോൾ അകത്ത് പോയിട്ട് അത് പറഞ്ഞു കൊടുക്കും. ഓക്കെ ബൈ. ആ കുഷൻ്റെ ഇടയിൽ ഞാൻ അവനെ സേഫായിട്ട് അങ്ങ് കിടത്തി. അതപ്പോൾ ഇങ്ങനെ വളരെ ഓർഗാനിക്കായിട്ട് വന്ന പേളിയുടെ ഒരു കോളായിരുന്നത്. പേളി എനിക്ക് അമ്മൊക്കെ ജനിക്കുന്നതിന് മുന്നേ തൊട്ട് അവരുടെ ഫാമിലി അറിയാം. ഞാൻ പണ്ടെൻ്റെ ജപ്പാൻ വ്ളോഗിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യു വെരി ക്ലോസ് വിത്ത് ദം.
അവർ അവസാനം ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പോകുന്നതിന് ഇപ്പോൾ ഞങ്ങളുടെ അടുത്താണ് താമസിച്ചിരുന്നത് മരുതൻകുഴി. അതിന് മുമ്പ് പൈപ്പിൻമൂടാണ് താമസിച്ചിരുന്നത്. കിച്ചു ഏഷ്യാനെറ്റിന് വേണ്ടി ഇൻഡെക്സ് കപ്പിൾ ഷോ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ സീസണിലൊക്കെ. അപ്പോൾ അന്ന് പേളിയുടെ ഫാദറും ബ്രദറും മാണിയും ദേവിയും അവർക്ക് പാളയം സ്പെൻസർ ജംഗ്ഷൻ ആ സ്റ്റാച്യു നിങ്ങളുടെ സ്പെൻസർ ജംഗ്ഷൻ്റെ അവിടെ മെലഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ടായിരുന്നു. അന്നത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പ്. കളർഫുൾ ഷർട്ട്സ് ഒക്കെ വളരെ റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു. അത് കോളേജ് പിള്ളേരുടെ ഇടയിലൊക്കെ കുറച്ച് ക്രേസ് ആയിരുന്നു. ലൈക്ക് യൂണിസെക്സ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഷർട്ട്സ് ആയിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇടുമായിരുന്നു. ജീൻസിൻ്റെ ഒക്കെ കൂടെ കുറച്ച് ഹാഫ് കൈസ് ലൂസ് ഷർട്ട് കളർഫുൾ പൂക്കളുടെയൊക്കെ ഡിസൈനുള്ള ആ ടൈപ്പ്. ഞാൻ അങ്ങനത്തെ ഇടത്തിലായിരുന്നു. എനിക്ക് ചമ്മലായിരുന്നു. പക്ഷെ ഞാൻ സിമിക്ക് എപ്പോഴും വാങ്ങിക്കൊടുക്കും. സിമിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം കടയായിരുന്നു. അപ്പോൾ മാണിയായിരുന്നു കിച്ചു ഇൻഡെക്സ് കപ്പിൾ ഷോ ചെയ്യുമ്പോൾ കിച്ചുവിൻ്റെ കോസ്റ്റ്യൂംസിൻ്റെയൊക്കെ കാര്യങ്ങൾ ഏഷ്യാനെറ്റിന് വേണ്ടി നോക്കിയിരുന്നത്. അങ്ങനെയാണ് നമ്മൾ മാണി പരിചയപ്പെടുന്നതും. ഞങ്ങൾ അവരെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അവിടെ പോകുന്ന ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളൊരു വീടാണ്. ബിക്കോസ് 2 ബ്രദേഴ്സ് കല്യാണം കഴിച്ചിരിക്കുന്ന 2 സിസ്റ്റേഴ്സിന്. മാണിയും ദേവിയും കല്യാണം കഴിച്ചിരിക്കുന്ന മോളിയും മിനിയാണ്. മോളിയാണ് പേളിയുടെ അമ്മ. അപ്പോൾ ആ വീട്ടിൽ എന്നും പോസിറ്റിവിറ്റിയാണ്. ഇവരും പേളിയും റേച്ചലും ഇളയത് ശ്രദ്ധ ശരത്തും പിന്നെ ചെറിയൊരു മോള് പിന്നെ ജനിച്ചത്. അപ്പോൾ ആൻഡ് വി യൂസ് ടു ഗോ ദർ സോ ഓഫൺ, വെരി ഓഫൺ വി യൂസ് ടു ഗോ ദർ യു നോ. ആൻഡ് അവർ പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഈ വീട് പാല് കാച്ചുമ്പോഴും അവരിവിടെയാണ് താമസിക്കുന്നത്. പിന്നെ അവർ ആലുവയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഒരു 4-5 വർഷം കോവിഡിന് തൊട്ട് മുമ്പ് പേളി കല്യാണം കഴിക്കുന്നതിനും ബിഗ് ബോസിലൊക്കെ പോകുന്നതിനൊക്കെ മുന്നേ ഉള്ളൊരു ടൈമിൽ ഒരിടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഹൻസുവിനെ കാണണമെങ്കിൽ ഹൻസുവിനെയൊക്കെ കണ്ടു. അതിന് മുമ്പ് പേളി ബാംഗ്ലൂരൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ആ സമയത്ത് ഏതോ ഒരു ചാനലിൽ അമൃത TV ആണെന്ന് തോന്നുന്നു എന്തോ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പേളി ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെ കൂടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഡിന്നർ കഴിക്കാൻ പോയി. അന്ന് പേളി ഇത് ബുള്ളറ്റ് ഓടിക്കുന്ന പോലെയുള്ള സംതിങ് ആയിരുന്നു കേട്ടോ. ഐ തിങ്ക് ഇത് അമൃത TV സംതിങ്. ഡിന്നർ കഴിക്കാൻ പോയ സമയത്ത് അന്ന് അവർ വന്നത് മറ്റേ ക്രിസ്റ്റ പോലത്തെ കാറായിരുന്നേ. അത് താഴെ ട്രിവാൻഡ്രം ക്ലബ്ബിൻ്റെ ഗ്രൗണ്ടിലായിട്ടിരുന്നത്. അപ്പോൾ അന്ന് നമ്മുടെ പിള്ളേരൊക്കെ കുറച്ച് ചെറുതാണ്. അമ്മൂ ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്, കുറേ വർഷം മുമ്പ്, ഐ തിങ്ക് ലോങ് ബാക്ക്. അങ്ങനെ അപ്പം ആ കാറ് താഴെ ഗ്രൗണ്ടിൽ നിന്ന് മുകളിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ആ പേളിയുടെ കൂടെ താഴെ പോയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ വലിയ കാറും ചെറിയ കുട്ടിയും പോലെ. ഞാൻ ചോദിച്ചു മോക്ക് ഈ കാർ ഓടിക്കാൻ പറ്റുമോ? എനിക്കൊക്കെ സർപ്രൈസാണ്, കാരണം നമ്മളെ പിള്ളേരൊന്നും വണ്ടി ഓടിച്ച് തുടങ്ങിയില്ല. ഞാൻ ചോദിച്ചു മോക്ക് കാർ ഓടിക്കാൻ പറ്റും? ആൻറ്റി പറ്റും ആൻറ്റി, അത് നമ്മുടെ സൈസിലൊന്നും പ്രശ്നമില്ലോട്ട്. അന്ന് കാറിൽ കയറിയിട്ട് ഭയങ്കര നല്ല ഡ്രൈവറാണ് എന്നെ. അപ്പോൾ അവിടെ ആ ഒരു ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇങ്ങനെ കയറി വരുമ്പോൾ അവിടെ ഒരു ചെറിയ ഈ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്നെ കയറ്റുമ്പോഴത്തേക്ക് എന്നോട് പറയാൻ ഇങ്ങനെ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ അടിക്കേണ്ടപ്പോൾ ഞാൻ ഓർമ്മയുണ്ട്. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അമ്മൂനോട് പറയും പേളി അടിപൊളിയായിട്ടാണ് വണ്ടി ഓട്ടിക്കണതെന്ന്. എന്താ ആരെങ്കിലും വന്ന് നിൽക്കുന്നോ പുറത്ത്? അപ്പച്ചി ചൂല് വേണോന്ന് ചോദിച്ച് അവർ വന്ന് നിൽക്കുന്നു. വാങ്ങിക്കും. ചില്ലറ ഉണ്ടോ? അല്ലെങ്കിൽ എൻ്റെ പേഴ്സ് എടുത്ത് തന്നാൽ മതി. നമ്മുടെ സംസാരത്തിനിടയിൽ ആരെങ്കിലും അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരാളോട്ട് നമ്മുടെ പുതിയ ഡ്രൈവർ അഭിജിത്ത് എന്താണെന്ന് വെച്ചാൽ ചൂല് വിൽക്കാൻ വരുന്നൊരു ലേഡി ഉണ്ട് ഇവിടെ, സുമതി എന്ന് പറഞ്ഞിട്ട്. അവർ 2-3 മാസം കൂടുമ്പോഴത്തേക്ക് അവർ തന്നെ മറ്റേ തെങ്ങിൻ്റെ ഈർക്കിൽ വെച്ചിട്ട് ചൂലാക്കിയിട്ട് വിൽക്കാൻ കൊണ്ടുവരും. അപ്പോൾ ഇനി അപ്പച്ചിയാണ് ഇവിടുത്തെ സ്റ്റോർ മാനേജർ. ഇവിടെ എന്തുണ്ട് എന്തില്ല എന്നൊക്കെ ഉള്ള ലിസ്റ്റ് അപ്പച്ചിക്കാണ് ഉള്ളത്. അപ്പോൾ അതാണ് പേളിയുടെയും മാണി ദേവി അവരെക്കുറിച്ച് അവരുടെ ഒരു ഇത് നൈസ്. പേളിയെ പണ്ട് കൊച്ചിലെ വീട്ടിൽ സേറ എന്നാണ് വിളിക്കുന്നത്, പേളി എന്നല്ല. പേളി ആക്ച്വലി മാണിയുടെ സിസ്റ്ററിൻ്റെ പേരാണ്. ആ പേരാണ് പേളിക്ക് ഇട്ടേക്കണത്. അപ്പം പേളി സ്ക്രീനിൽ വന്നിട്ടാണ് ആ പേര് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ എല്ലാവരും പറയും. ഞാൻ തന്നെ പണ്ടിങ്ങനെ ആദ്യമായിട്ട് എനിക്ക് സേറ എന്നുള്ള പേരാണ് ആകെ എനിക്ക് ചേരുന്ന പോലെ തോന്നുന്നത് പേളിക്ക്. വെരി പോസിറ്റീവ് പീപ്പിൾ. ഞങ്ങളൊരിക്കൽ അവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ കഴിക്കാൻ വിളിക്കാറ്. അപ്പോൾ കിച്ചു ഞാനും അമ്മു ജനിക്കുന്ന ആ സമയത്തൊക്കെ കിച്ചുവിൻ്റെ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് അന്ന് പണ്ട് ഈ 13 എപ്പിസോഡ് സീരിയലാണ് പണ്ടുള്ളത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സിനിമ ഉണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ 13 എപ്പിസോഡ് സീരിയൽ അഭിനയിക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുന്ന പോലെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ 1-2 പ്രാവശ്യമായിട്ട് പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു, തീരുന്നു, കാശ് കിട്ടുന്നു, ദാറ്റ്സ് ഓൾ. പിന്നെ അടുത്തൊരു സീരിയൽ വരണം. പണ്ടൊക്കെ ഒരു സീരിയലിൻ്റെ ഒരു എപ്പിസോഡ്
ആഴ്ചയിൽ ഒരു ദിവസമാണ് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ തിങ്കളാഴ്ച 7:30 അതിൻ്റെ അടുത്ത എപ്പിസോഡ് കാണണമെങ്കിൽ അടുത്ത തിങ്കളാഴ്ച 7:30, അങ്ങനെ 13 ആഴ്ചകൾ കൊണ്ടാണ് ഒരു കഥ തീരുന്നത്. അങ്ങനെയായിരുന്നു പണ്ട്. അപ്പോൾ അന്നൊക്കെ ധാരാളം ഫ്രീ ടൈം ഉണ്ട്, ഷൂട്ടിംഗ് ഒന്നും അങ്ങനെ എപ്പോഴും കാണില്ല. അപ്പോൾ ഇതുപോലെ നമ്മളെ ഈ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആര് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലും ഞാനും കിച്ചൊക്കെ അന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നത്. എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ വലിയ ഇഷ്ടമായിരുന്നു നമുക്ക്. അപ്പോൾ പേളിയുടെ അവിടെയൊക്കെ എത്ര പ്രാവശ്യം പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പോലും കറിയില്ല. അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കും. ഒരിക്കൽ അവരുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഓർമ്മയുണ്ട്, ഒരു ബീഫ് കറി, ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ബീഫ് കറി അല്ല, ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറി അവിടെ നിന്ന് കഴിച്ചിട്ട് ആ റെസിപ്പി ഞാൻ വാങ്ങി പഠിച്ചിട്ട് ഞങ്ങൾ ഗൗരീശ പട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കൊണ്ടായിരുന്നു. കിച്ചു, ഞാൻ, അപ്പച്ചി, അമ്മു ബേബിയാണ്. അന്ന് അമ്മു ഇങ്ങനെ മുട്ടിലൊക്കെ ചെറുതായിട്ട് പിടിച്ച് നിൽക്കുന്ന, ഇഴയത്തില്ലായിരുന്നു അമ്മ, മുട്ടിൽ പിടിച്ചൊക്കെ എണീറ്റ് നിൽക്കുന്ന ആ ഒരു പ്രായം. ഞാനും കിച്ചും അപ്പച്ചിയും കൂടെ വളരെ ബിസി ആയിട്ട് പേളിയുടെ വീട്ടിലെ റെസിപ്പിയിലെ ബീഫ് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ്. അതാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ച വാടക വീട്ടിൽ കിച്ചണിലോട്ട് ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ ഡൈനിങ് റൂമിൽ നിന്ന് ഒരു പടി ഇറങ്ങിയിട്ടായിരുന്നു കിച്ചൺ. അമ്മ അവിടെ ഞങ്ങളെ കൂടെ നിൽക്കുമോ, പെട്ടെന്ന് അമ്മ ആ മുകളിലോട്ട് പിടിച്ചു തരണം നോക്കിയിട്ട് പെട്ടെന്ന് വീണിട്ട് ആ പടിയുടെ എഡ്ജിൽ കൊണ്ടിട്ട് അമ്മൂൻ്റെ ഇവിടെ മുറിഞ്ഞു. മുറിഞ്ഞെന്ന് വെച്ചാൽ ഇത് എനിക്കിവിടെ സ്റ്റിച്ചുണ്ട്. കുഞ്ഞിലെ ഒരു പയ്യൻ എൻ്റെ തലയിൽ കല്ലെറിഞ്ഞതാ. അതുപോലെ അമ്മു അവിടെ വന്ന് വീണ് മുറിഞ്ഞ് ഞങ്ങൾ പിന്നെ എടുത്തുകൊണ്ട് ഓടി ആനടിയിൽ കൊണ്ടുപോയി 2-3 സ്റ്റിച്ച് ഇട്ടു. അപ്പോൾ അമ്മൂൻ്റെ ആ നെറ്റിയിലെ സ്റ്റിച്ച് കാണുമ്പോഴെല്ലാം അന്നുണ്ടാക്കിയ കറിയും ആ ദിവസവും ആ കറി ഞാൻ എവിടെ നിന്നാണ് പഠിച്ചതും ഒക്കെ മനസ്സിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. ഞാനന്ന് ആദ്യം ഭയങ്കര പാനിക് ചെയ്തു അമ്മു വയ്യാതെ കാര്യം. സോ എന്നാലും ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു പേളി. ഹൻസുവിനാണെങ്കിൽ പേളിയുടെ മൂത്ത മോള് ആയപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ പറ്റും. ചെറിയ കുട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഹൻസു എപ്പോഴും എന്നെ ഒന്ന് കൊണ്ടുപോകുന്നില്ല ബേബിയെ കാണിക്കുമ്പോൾ ഹൻസുവിന് അവൾ കുഞ്ഞായിരിക്കുമ്പോൾ കാണണം. അവൾ ഇച്ചിരി വലുതായ ഒരു 6-7 വയസ്സായി കഴിഞ്ഞാൽ വലിയ കുട്ടിയായി പോകത്തില്ല, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കാണണം. പക്ഷെ നമ്മളങ്ങനെ കൊച്ചിയിലൊക്കെ ഇടയ്ക്കെപ്പോഴും കിട്ടിയോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴെങ്കിലും കൊച്ചിയിൽ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പരിപാടിക്കാണ് പോകണം, ഒട്ടും ടൈം കിട്ടത്തില്ല. ജസ്റ്റ് നമ്മൾ പോകുന്നു തിരിച്ചു വരുന്നു, അപ്പോൾ ഇങ്ങനെ കറങ്ങാൻ പോകുന്ന സമയത്ത് എന്തായാലും ഹൻസുവിനെ കാണുമ്പോൾ പേളി ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ജപ്പാനിൽ നിന്ന സമയത്ത് അത് എൻ്റെ പേഴ്സല്ല, എൻ്റെത് മറ്റേ ചെറിയ പേഴ്സ്. ഞാൻ പറയുന്നത് ഞങ്ങൾ ജപ്പാനിൽ നിന്നപ്പോഴത്തേക്ക് പേളിയുടെ അമ്മയും അമ്മയുടെ അനിയത്തിയും മോളി മിനി ട്രിവാണത്ത് എന്തിനോ വന്നപ്പോൾ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നു. പക്ഷെ കാണാൻ പറ്റിയ എത്ര നാളായാണ് അവരെ കണ്ടിട്ട്. അപ്പം ഞാൻ നേരത്തെ ചെറിയൊരു ഒരു കോമഡി കഥ പറയാൻ പോയത്, കിച്ചു ഇപ്പോൾ ഇറങ്ങിപ്പോയപ്പോൾ ഗേറ്റ് ഇറ്റ് വാസ് ലൈക്ക് ലോങ്. ഹൻസിക ജനിച്ചു. ഹൻസികയ്ക്ക് ഒരു 2 മാസം പ്രായമുള്ള ഒരു സീസൺ. അന്ന് ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള വാനതിയുടെ വീട് പണി എന്ന് വെച്ചാൽ എൻ്റെ ക്ലൈമാക്സ് നടക്കുക. പെയിൻറ്റിങ് പോലത്തെ പണി നടക്കുക അവിടെ. പക്ഷെ മതിലൊന്നും ആയിട്ടില്ല, എന്തോ ആയോന്ന് അറിയാം, തുറന്ന് കിടക്കുക. മുകളിലൊക്കെ പെയിൻറ്റിങ് സംതിങ് നടക്കണം, കുറേ പണിക്കാരവിടെ നിൽക്കുന്നു. അങ്ങനത്തെ ഒരു സമയം. അന്ന് ഞങ്ങളുടെ സുമേഷ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അന്ന് ഞങ്ങളുടെ ഡ്രൈവർ. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു ഓഫീസുണ്ട് കരമനയിൽ. ഞങ്ങളന്ന് കുറച്ച് നാൾ ഞങ്ങൾ റോഡ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. റോഡ് വർക്ക്സിൻ്റെ ഓഫീസ് കരമനയായിരുന്നു. അപ്പോൾ അവിടെ പോകാനായിട്ട് കിച്ചു ഇറങ്ങുമായിരുന്നു. അപ്പം അന്ന് എനിക്ക് എൻ്റെ നാഗമാമ കുളിപ്പിക്കുന്ന ആ സീസൺ കഴിഞ്ഞു. ഞാനാണ് പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്. അന്ന് ഓസി ഷാനി സ്കൂളിൽ പോയി. അമ്മുവിനന്ന് എന്തോ കാരണത്താൽ ക്ലാസ് ഇല്ല. അമ്മു വീട്ടിലുണ്ട്. എൻ്റെ അമ്മയുണ്ട്, ഞാനുണ്ട്, അപ്പച്ചിയുണ്ട്. കിച്ചു പോകാറുന്നു. ഹൻസുവിനെ ഞാൻ ബാത്റൂമിൽ ഒരു മാറ്റിൽ എണ്ണ തേച്ചിട്ട് ഞാൻ കിടത്തി വയ്ക്കുക. എണ്ണ തേച്ചു അപ്പോഴാണ് കിച്ചു പോകാൻ ഇറങ്ങുന്നത്. ഞാൻ അവിടെ എണ്ണ തേച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ചപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കുഞ്ഞൊന്ന് എണ്ണ തേച്ചിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇങ്ങോട്ടൊന്ന് അമ്മു എന്തോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അമ്മും കുഞ്ഞല്ല, അമ്മൂനൊന്ന് 10 വയസ്സില്ല. അമ്മു ഫുഡ് കഴിക്കുന്നു എന്തോ പറയുന്നു. അമ്മ അവിടെ നിന്ന് കഴിക്കുന്നു. ഞാൻ തിരിച്ച് വീണ്ടും റൂമിൽ പോകുന്നു. ഞാൻ വീണ്ടും ബാത്റൂമിൽ പോയി സ്റ്റൂളിലിരുന്ന് കുഞ്ഞിൻ്റെ കൈയും കാലും ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്തിരിക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അടുത്ത് ആരോ ഒരു ടിൻ പെയിന്റ് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്ന പോലത്തെ സ്മെൽ. എൻ്റെ തൊട്ടടുത്ത് പെയിന്റിന്റെ സ്മെൽ ഇങ്ങനെ വരുന്നു. അപ്പം ഞാൻ ഇതെന്താ പെയിന്റിന്റെ ഇതെന്ത് സ്മെൽ ആം തിങ്കിങ്. അപ്പം ഞങ്ങൾക്കിവിടെ ബാക്കിൽ ആ ഒരു പൂച്ചയൊക്കെ കിടക്കുന്ന മുറിയില്ലേ, സ്റ്റോറും. ഞങ്ങളന്ന് ആ റോഡ് വർക്ക്സ് ഒക്കെ ചെയ്യുന്ന സീസണിൽ ഒരുപാട് പണി സാധനങ്ങൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊണ്ട് സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഇതുപോലെ പെയിന്റ് അവിടെ വല്ലതും കൊണ്ടുവച്ചു, അതങ്ങനെ ലീക്കായോ, ഇതെന്താ ഇങ്ങനെ ഒരു പെയിന്റിന്റെ മണം, സ്ട്രോങ് മണം. ഞാൻ ഇങ്ങനെ അകത്തിരുന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വിളിക്കാനൊക്കെ ശ്രമിച്ചു.
അമ്മു അപ്പച്ചി ഒന്ന് വിളിക്കുമോ ചോദിക്കുമോ എന്നൊക്കെ. അപ്പച്ചി പുറത്ത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ പെയിൻറ്റിൻ്റെ സ്പെല്ലിങ്ങിന് ഒത്തിരി 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 കൂടി ഇങ്ങനെ വരുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ ബാത്റൂമിൽ നിന്ന് പതുക്കെ ഇങ്ങനെ എണീറ്റിട്ട് ഞാൻ പുറത്തോട്ട് വരാനായിട്ട് ഇങ്ങനെ ബാത്റൂം ഡോറിൻ്റെ അവിടെ നോക്കിയപ്പോൾ നമ്മുടെ ആ മുറിയിൽ ബെഡ് കട്ടിലിൻ്റെ സൈഡിൽ തറയിൽ ഒരു പട്ടി കിടക്കുന്നു. ഒരു വലിയ പട്ടി. ദാറ്റ് പട്ടി വാസ് ഡിപ്ഡ് ഇൻ പെയിൻറ്റ്. അപ്പുറത്ത് വാനതിയുടെ കോമ്പൗണ്ടിൽ അവിടെ പണി നടക്കുന്ന സ്ഥലത്ത് ഏതോ സ്ട്രീറ്റ് ഡോഗ് വന്ന് പെയിൻറ്റിൻ്റെ ബക്കറ്റിലെങ്ങാണ്ട് എടുത്ത് ചാടി. അതും ആക്കിയിട്ട് ഇവിടെ കിച്ചു വന്ന് പോകാൻ ഇറങ്ങിയപ്പോൾ കിച്ചും ഡ്രൈവറും കൂടെ കാറിൽ കയറി. അവർ വിചാരിച്ചു ഞങ്ങൾ ആരെങ്കിലും ഗേറ്റ് അടയ്ക്കുന്നത്. അവർ ഗേറ്റ് അടയ്ക്കാതെ അവരങ്ങ് പോയി. പക്ഷെ നമ്മൾ ഇവിടെ അപ്പച്ചി ആരെങ്കിലും ഇവിടെ നിന്ന് കാണാം. അവർ വിചാരിച്ചാലും ഡ്രൈവർ അടയ്ക്കുന്നു. അപ്പം രണ്ടും സൈമിൾട്ടേനിയസിലായിട്ട് നടന്നു. ആൻഡ് ആരോ ഈ ഡോറും അടച്ചില്ല, മെയിൻ ഡോറും അടച്ചില്ല, ഗേറ്റും അടച്ചില്ല. എല്ലാവരും അവരവരുടെ പണിക്ക് പോയി. ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മൂഡായതുകൊണ്ട് ഞാനും അവിടെയായിരുന്നു. ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എൻ്റെ അമ്മയും അമ്മും ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെന്തോ ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മിക്കവാറും കിച്ചുമൊക്കെ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് അകത്ത് കയറി പോയിട്ടുണ്ടാകും. എൻ്റെ വിചാരം അവർ ഗേറ്റ് അടച്ചിട്ട് പോകും. നാച്ചുറലി കാറും കൊണ്ട് പോകുമ്പോൾ നമ്മൾ വി എക്സ്പെക്ട് ഡ്രൈവർ അവർ ഗേറ്റ് അടയ്ക്കുന്നതെല്ലാം നമ്മൾ വിചാരിക്കും. അപ്പോൾ എന്തായാലും ഞാനവിടെ എന്താ കാണുന്നത്? ഒരു ബട്ടർഫ്ലൈ ആയിരുന്നു. ദൈവമേ, എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു പാമ്പിൻ്റെ തല പോലെ തോന്നി. നിങ്ങൾക്കൊന്നും ബട്ടർഫ്ലൈ എനിക്കിങ്ങനെ ഗ്രേ കളർ കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ മതിലിൻ്റെ മുകളിൽ എന്തോ ഇങ്ങനെ പൊങ്ങുന്നു. അത് പെട്ടു. അപ്പോൾ ഞാനത് കണ്ടിട്ട് ഹാർട്ടൊക്കെ നിന്ന് എൻ്റെ ബോഡിയൊക്കെ ഐസ് പോലെയായി ആ പട്ടിയെ കണ്ടിട്ട്. അങ്ങനെ ഞാനവിടെ നിന്നുകൊണ്ട് വിളിച്ചു. എനിക്ക് സൗണ്ട് വേണില്ല, എനിക്ക് കൊച്ചകത്ത് ബാത്റൂമിൽ കിടക്കും. ഞാൻ വേഗം ആ ഡോറങ്ങ് അടച്ചിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് ഡോറിനോട്ട് അപ്പച്ചി, ഞാൻ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് അമ്മൂനെ ഏതെങ്കിലും ഒരു മുറിയിലാക്കി പൂട്ടുവോ, ഇവിടെ അകത്തൊരു പട്ടിയുണ്ട്, അപ്പച്ചി വരാൻ പറയാം. അപ്പച്ചി ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. അപ്പച്ചി ലൈക്ക് ഒരു രണ്ടാണുങ്ങളെ പോലത്തെ സ്ട്രെങ്ത് ആണ് പണ്ട് കാലത്ത്. എന്നുവെച്ചാൽ പട്ടിയോ പാമ്പോ ഒന്നും ഒരു പ്രശ്നമില്ല. ആര് വന്നാലും ഇത് ഗുണ്ട വന്നാലും അപ്പച്ചി അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പറയും അപ്പച്ചി വലിയ റൂമിനകത്തൊരു പട്ടിയുണ്ട്, അമ്മൂനെ ഏതെങ്കിലും റൂമിൽ ലോക്ക് ചെയ്തിടുവോ എന്ന് പറയും. എന്നിട്ട് അപ്പം അപ്പച്ചി ഓടി, അപ്പച്ചി കൈയൊക്കെ കഴുകിട്ട് ഓടി അകത്ത് വന്നപ്പോൾ കണ്ടു ഇവ പട്ടി ഒരു അവശ നിലയിലുള്ളൊരു പട്ടിയാണ്. മാറിയിട്ട് വയ്യ കേട്ടോ. അതവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക ബെഡിൻ്റെ സൈഡിൽ. അങ്ങനെ അപ്പച്ചി എന്നോടിറങ്ങി ബാത്റൂമിൽ കയറി ബാത്റൂം ലോക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അപ്പച്ചി ഒരു കമ്പും എടുത്തുകൊണ്ട് വന്നു, അതിന് 2 അടി കൊടുത്തു. അത് പിന്നെ ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഈ ഹാള് ഫുള്ള് ഓടി. പിന്നെ ഇവിടെയൊക്കെ ഇട്ട് 2 അടി കൊടുത്തു. പിന്നെ അത് ചാടി വെളിയിറങ്ങി. പിന്നെ അത് ഓടി. അങ്ങനെ അത് ഉപദ്രവിക്കാതെ പോയി കേട്ടോ. അല്ലെങ്കിൽ ഇറ്റ് വാസ് സോ സ്കെയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. കാരണം ഇത് പോയ സ്ഥലത്തൊക്കെ പെയിൻ്റായി, ഇത് പോയ സ്ഥലത്തൊക്കെ മറ്റേ അതിൻ്റെ ഇത് നല്ല സ്ട്രീറ്റ് ഡോഗ് ആയിട്ട് ആകെ ഒരു സ്മെല്ലായിരുന്നു. അതിൻ്റെ വായിൽ നിന്നുള്ള വെള്ളമൊക്കെ വീണു. പിന്നെ വീട് എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്തു എന്ന് പോലും അറിഞ്ഞൂടാ. അത്ര പ്രാവശ്യം വീട് ക്ലീൻ ചെയ്യേണ്ടത്. ആ ഒരു ട്രോമ. ആൻഡ് ഐ വാസ് ലൈക്ക് എനിക്കത് എന്നും ട്രോമയാണ്. അതുകൊണ്ട് ഗേറ്റ് തുറന്നിട്ട് ആരെങ്കിലും ഗേറ്റ് അടയ്ക്കാതെ പോയാൽ എനിക്ക് ഇന്നും ഭ്രാന്താവും. ഐ ഗോ ക്രേസി യുനോ. എനിക്കത് അത്രയ്ക്ക് എനിക്കൊരു സ്കെയറി ഇതാണ്. ഞാൻ പറയാം, ആരാണോ പോണത് ഗേറ്റ് മര്യാദയ്ക്ക് അടയ്ക്കണം, തുറന്നിട്ടിട്ട് പോരുത്. ആ ഒരു അന്നത്തെ ഒരു ദിവസത്തെ ഒരു 2 മിനിറ്റത്തെ നെഗ്ലിജൻസ് ഫ്രം എവറിബഡി സൈഡ്. അവർ അന്ന് കിച്ചു ഒരുപക്ഷെ എവിടെയെങ്കിലും ധൃതിയിൽ പോകാനുള്ളതായിരുന്നു കാണും. പുള്ളി കാറിനകത്തിരുന്നതുകൊണ്ട് ഡ്രൈവർ ക്ലോസ് ചെയ്തില്ലേന്ന് ചിന്തിച്ച് കാണൂല. ഡ്രൈവർ പുള്ളി വിചാരിച്ചു കാണും ഞങ്ങളിവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും അടയ്ക്കുമെന്ന് വിചാരിച്ച് കാണും. അവർ വണ്ടിയെടുത്ത് പോയതും ഞാനിങ്ങനെ അകത്തോട്ട് വന്നതും അപ്പച്ചി അങ്ങോട്ട് പോയതും ഒക്കെ ഒരുമിച്ചായിരുന്നു. ഇപ്പം പിന്നെ CCTVയിലുള്ളതുകൊണ്ടൊക്കെ എല്ലാം കാണാം. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വി ആർ ലൈക്ക് സോ കെയർഫുൾ. അതാണ് ഗേറ്റ് എപ്പോഴാണെങ്കിൽ ഭയങ്കര ഞാൻ പിന്നെ ആലോചിക്കാൻ തുടങ്ങി, ദൈവമേ, ഞാൻ ഹൻസുവിനോടൊക്കെ അടുത്ത് ഞാൻ ഇടയ്ക്ക് ഹൻസുവിന് ഓയിലിട്ടിട്ടേ ഞാൻ പലപ്പോഴും ഇവിടെയൊക്കെ വന്ന് ഞാൻ 5 മിനിറ്റ് ഡയലോഗ് അടിച്ചൊക്കെ നിൽക്കൂല. അങ്ങനെയാണ് ഞാൻ വന്നിട്ട് ഞാൻ ആ പട്ടിയ സൈഡിൽ ഇരിക്കണ ഞാൻ ശ്രദ്ധിച്ച പോലുമില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് പോവുകയും ഇറങ്ങുകയും ചെയ്ത് പെയിൻറ്റിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പന്ന അതവിടെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ അറിഞ്ഞ പോലും ഇല്ല. അടുത്ത് ഞാൻ ദൈവമേ അത് കുഞ്ഞിൻ്റെ അടുത്തോട്ടെങ്ങാണോ പോയിരുന്നെങ്കിലുള്ള ഗതി. സോ എൻ്റെ ലൈഫിൽ വളരെ സ്കെയറി ആയിട്ടുള്ള എന്നാ പലപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു ലൈവ് ഇൻസിഡൻ്റ് ആണിത്.
ഐ എം വെരി സ്കെയർഡ് അബൌട്ട് ഓൾ ദാറ്റ്. ഞാൻ ഇപ്പോഴും ഇവനെ ഓമിയെ കുളിപ്പിക്കുന്നതിന് ഞാൻ ഇന്നലെ മറ്റേ കുളിപ്പിക്കാൻ വരുന്ന ഗ്രൂപ്പിനോട് ചോദിക്കുന്നത് നമ്മൾ ടബിലാണോ അതോ മാറ്റിലാണോ എന്നൊക്കെ ഞാനിങ്ങനെ ഓപ്ഷൻ ചോദിക്കുന്നത്. മാറ്റ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ മാറ്റായിരിക്കും ബെറ്റർ. ഓസിയെ മസാജ് ചെയ്യാൻ വരുന്ന അവിടെ തന്നെ ആദ്യം കുഞ്ഞിനെ മസാജ് ചെയ്തിട്ട് പിന്നെ നമുക്ക്. അപ്പോൾ മാറ്റ് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ദിവസം ഇങ്ങനെ ഓർമ്മ വരിക, ഈ പട്ടിയുടെ സംഭവം. ബോറടിച്ചോ? കുറേ ആയിപ്പോയില്ലേ, നീണ്ടുപോയി കഥ. പക്ഷെ എന്നാലും എല്ലാവരും കെയർഫുൾ ആവണം. ഗേറ്റും ഡോറും തുറന്നിടരുത്. ഇതുപോലെ വഴിയെ പോകണം, വല്ല പട്ടി അകത്ത് കയറി പമ്മിയിരിക്കും. പട്ടി മാത്രമല്ല പാമ്പ് വേണമെങ്കിലും കയറിയിട്ടുണ്ട്. എപ്പോഴും കെയർഫുൾ ആയിരുന്നു. കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ ഓൾവേസ് ബി കെയർഫുൾ. ഇത് എൻ്റെ ലൈഫിൽ നടന്ന ഒരു വളരെ സ്കെയറി ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്. താങ്ക്സ് ടു അപ്പച്ചി, സ്ട്രോങ് ലേഡി ആയിരുന്നത് കൊണ്ട് പട്ടിയെ ഓടിച്ച് വിട്ടു. പിന്നെ ആ പട്ടി ഏരിയ വന്നില്ല, നാട് വിട്ടുപോയി. അപ്പോൾ ഓക്കെ.